ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇനി അധികം ദിവസങ്ങളില്ല. സെപ്റ്റംബർ 6-ന് പുതിയ സീസൺ ആരംഭിക്കാനിരിക്കെ ഷോയുടെ പുതിയ പ്രോമോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുന്നത്. പതിവ് ബിഗ് ബോസ് പ്രേമികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ അവതരണ ശൈലിയിലാണ് ഇത്തവണത്തെ പ്രോമോ ഒരുക്കിയിരിക്കുന്നത്. 3 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ പ്രോമോ ഒരു സാധാരണ ടെലിവിഷൻ പരസ്യമായി തോന്നുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. പൂർണ്ണമായും ഒരു സിനിമാറ്റിക് അനുഭവം നൽകുന്ന തരത്തിലാണ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രോമോ ഒരുക്കിയിരിക്കുന്നത്. ജയിച്ചാൽ മാത്രം പോരാ, ജയിച്ചു കൊണ്ടിരിക്കണം എന്നതാണ് ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 8-ന്റെ ടാഗ് ലൈൻ. ഈ വാചകത്തിൽ തന്നെയാണ് പുതിയ സീസണിന്റെ പ്രധാന ആശയവും ഒളിഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം വിജയിച്ചാൽ മാത്രം മതിയാകില്ല, 100 ദിവസവും തന്ത്രപരമായി മുന്നേറുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഒടുവിൽ ബിഗ് ബോസ് കിരീടം സ്വന്തമാക്കാൻ കഴിയൂ എന്നാണ് പ്രോമോ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മത്സരം കൂടുതൽ കടുത്തതും തന്ത്രപരവുമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. പ്രോമോയുടെ പശ്ചാത്തലത്തിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ കഥയാണ് കാണാനാകുന്നത്. ഒരു ക്രിമിനൽ ഗ്യാങ് മോഹൻലാലിനെ തട്ടിക്കൊണ്ടുപോകുന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. സാധാരണ രീതിയിൽ ശക്തി ഉപയോഗിച്ച് രക്ഷപ്പെടുന്നതിനു പകരം തന്റെ ബുദ്ധിയും തന്ത്രങ്ങളും ഉപയോഗിച്ചാണ് മോഹൻലാൽ ഗ്യാങ്ങിനെ നേരിടുന്നത്. ഇവിടെ തന്നെയാണ് ചാണക്യന്റെ തന്ത്രങ്ങൾ പ്രൊമോയിൽ എത്തുന്നത്. സാമം, ദാനം, ഭേദം, ദണ്ഡം. ചാണക്യൻ മുന്നോട്ട് വെച്ച 4 തന്ത്രങ്ങളെയാണ് മോഹൻലാൽ തന്റെ രക്ഷപ്പെടലിനായി ഉപയോഗിക്കുന്നത്. ഓരോ തന്ത്രവും വ്യത്യസ്തമായ രീതിയിലാണ് പ്രോമോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യം അനുനയത്തിന്റെ ഭാഷയിലാണ് മോഹൻലാൽ സംസാരിക്കുന്നത്. പ്രശ്നത്തെ സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഈ രീതിയാണ് സാമം. ശക്തിപ്രയോഗത്തിന് പകരം സംസാരത്തിലൂടെ എതിരാളിയെ തന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്ന ആശയമാണ് ഇവിടെ കാണുന്നത്. എന്നാൽ സംസാരിച്ച് മാത്രം കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത തന്ത്രത്തിലേക്ക് മോഹൻലാൽ നീങ്ങുന്നു. അതാണ് ദാനം. പ്രതിഫലം നൽകിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഗ്യാങ്ങിലെ ആളുകളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ സ്വാധീനിക്കുന്ന മോഹൻലാലിന്റെ തന്ത്രം പ്രോമോയ്ക്ക് കൂടുതൽ രസകരമായ ഒരു തല നൽകുന്നു. പിന്നീടെത്തുന്നത് ഏറ്റവും കൗതുകകരമായ തന്ത്രമായ ഭേദം. ഒരു സംഘത്തെ നേരിട്ട് തോൽപ്പിക്കുന്നതിനേക്കാൾ ആ സംഘത്തിനുള്ളിൽ തന്നെ ഭിന്നത സൃഷ്ടിക്കുന്നതാണ് ഈ തന്ത്രത്തിന്റെ പ്രത്യേകത. ഗ്യാങ്ങിലെ ആളുകൾക്കിടയിൽ സംശയവും ആശയക്കുഴപ്പവും ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ഐക്യം തകർക്കുകയാണ് മോഹൻലാൽ ചെയ്യുന്നത്. ഇതോടെ തട്ടിക്കൊണ്ടുപോയ ആളെ നിയന്ത്രിച്ചിരുന്ന ഗ്യാങ് തന്നെ പരസ്പരം സംശയിക്കാൻ തുടങ്ങി. ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്കിടയിലും തന്ത്രങ്ങളും കൂട്ടുകെട്ടുകളും എത്രത്തോളം നിർണായകമാകുമെന്നതിന്റെ ഒരു സൂചന കൂടിയായി ഇതിനെ കാണാം. എന്നാൽ സാമവും ദാനവും ഭേദവും കഴിഞ്ഞിട്ടും ഒരു തന്ത്രം കൂടി ബാക്കിയുണ്ടെന്ന് മോഹൻലാൽ ഗ്യാങ്ങിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് ദണ്ഡം അഥവാ ശിക്ഷയും ശക്തിപ്രയോഗവും. ചാണക്യന്റെ 4 തന്ത്രങ്ങളിൽ അവസാനത്തേതായ ദണ്ഡത്തെക്കുറിച്ചുള്ള മോഹൻലാൽ ഓർമ്മപ്പെടുത്തൽ പ്രോമോയ്ക്ക് ഒരു മാസ് ടച്ച് നൽകുന്നുണ്ട്. സിനിമാറ്റിക് ആക്ഷൻ രംഗങ്ങളോടൊപ്പം മോഹൻലാലിന്റെ മാനറിസങ്ങളും ഡയലോഗ് ഡെലിവറിയും ചേരുമ്പോൾ പ്രോമോ കൂടുതൽ ശ്രദ്ധേയമാകുന്നുണ്ട്. എന്നാൽ ഈ പ്രോമോയിൽ ആക്ഷനും സ്റ്റൈലും മാത്രമല്ല ഉള്ളത്. വരാനിരിക്കുന്ന ബിഗ് ബോസ് സീസണിന്റെ ഗെയിം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള നിരവധി സൂചനകളും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അംഗങ്ങൾക്കിടയിൽ ജനാധിപത്യപരമായ തീരുമാനങ്ങൾക്കും ഭൂരിപക്ഷത്തിനും വലിയ പ്രാധാന്യമുണ്ടാകുമെന്നാണ് പ്രോമോ സൂചിപ്പിക്കുന്നത്. അതായത് ഓരോ മത്സരാർത്ഥിയുടെയും തീരുമാനം മറ്റൊരാളുടെ ഗെയിമിനെ ബാധിക്കാവുന്ന തരത്തിലായിരിക്കും ഇത്തവണത്തെ മത്സരം. ആർക്കാരെയും എപ്പോൾ വേണമെങ്കിലും ഭൂരിപക്ഷ തീരുമാനത്തിലൂടെ പുറത്താക്കാനും തോൽപ്പിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന സൂചനയും പ്രോമോ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ സൗഹൃദങ്ങൾ മാത്രം മതിയാകില്ല. ആരെ വിശ്വസിക്കണം, ആരോടൊപ്പം നിൽക്കണം, ഏത് സമയത്ത് ഏത് തീരുമാനമെടുക്കണം എന്നതെല്ലാം മത്സരാർത്ഥികൾക്ക് നിർണായകമാകും. ഒരു തെറ്റായ തീരുമാനം പോലും പിന്നീട് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാം. ഓരോ മത്സരാർത്ഥിയുടെയും തീരുമാനങ്ങൾക്ക് വിലയുണ്ടാകുമെന്ന ആശയവും പ്രോമോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അതിന്റെ ബലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സീസണിൽ തന്ത്രങ്ങൾക്കും രാഷ്ട്രീയത്തിനും കൂട്ടുകെട്ടുകൾക്കും ഭൂരിപക്ഷ തീരുമാനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യമുണ്ടാകുമെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. പതിവ് പ്രോമോകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമ കാണുന്ന അനുഭവം നൽകുന്ന തരത്തിലാണ് 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ പ്രോമോ ഒരുക്കിയിരിക്കുന്നത്. ഗ്യാങ്സ്റ്റർ പശ്ചാത്തലം, ആക്ഷൻ രംഗങ്ങൾ, മോഹൻലാലിന്റെ ചാണക്യ അവതാരം, ശക്തമായ സംഭാഷണങ്ങൾ എന്നിവയെല്ലാം ചേർന്നാണ് പ്രോമോ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ ബിഗ് ബോസ് പതിപ്പുകളിൽ ഇതുവരെ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഗ്യാങ്സ്റ്റർ കോൺസെപ്റ്റ് ഉപയോഗിച്ചുവെന്നതും പ്രോമോയുടെ പ്രത്യേകതയായി മാറുന്നുണ്ട്. ഇതിനിടെ ബിഗ് ബോസ് മലയാളം സീസൺ 8-ലേക്കുള്ള മത്സരാർത്ഥികളുടെ തിരഞ്ഞെടുപ്പും വലിയ ആകാംക്ഷ സൃഷ്ടിക്കുന്നുണ്ട്. കോമണറുടെ ദിനം കണ്ടെത്താനുള്ള അഗ്നിപരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും ഷോയുടെ ഭാഗമാകാനുള്ള അവസരം ലഭിക്കും. അതോടെ ഇത്തവണത്തെ ബിഗ് ബോസ് വീട്ടിൽ സെലിബ്രിറ്റി മത്സരാർത്ഥികൾക്കൊപ്പം സാധാരണക്കാരിൽ നിന്നുള്ളവർക്കും ശ്രദ്ധേയമായ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മോഹൻലാൽ തന്നെയാണ് പ്രോമോയുടെ പ്രധാന ആകർഷണം. ബിഗ് ബോസ് മലയാളത്തിന്റെ അവതാരകനായി മോഹൻലാലിന് ലഭിച്ച സ്വീകാര്യത ഇത്തവണയും ഷോയുടെ പ്രധാന ശക്തികളിൽ ഒന്നായിരിക്കും.
എന്നാൽ അവതാരകന്റെ സാന്നിധ്യത്തിനപ്പുറം ഇത്തവണ ഗെയിമിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ജയിച്ചാൽ മാത്രം പോരാ, ജയിച്ചുകൊണ്ടിരിക്കണം എന്ന ടാഗ്ലൈൻ വെറുമൊരു വാചകമല്ലെന്നും ഇത്തവണത്തെ ഗെയിമിന്റെ സ്വഭാവം തന്നെ അതിലൂടെ വ്യക്തമാകുന്നുണ്ടെന്നും പുതിയ പ്രോമോ സൂചിപ്പിക്കുന്നുണ്ട്. 100 ദിവസത്തോളം തന്ത്രപരമായി നിലനിൽക്കുക, ശരിയായ സമയത്ത് ശരിയായ നീക്കം നടത്തുക, കൂട്ടുകെട്ടുകൾ രൂപപ്പെടുത്തുക, ആവശ്യമെങ്കിൽ അവ മാറ്റുക, ഏറ്റവും പ്രധാനമായി സ്വന്തം തീരുമാനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ നേരിടുക. ഇതായിരിക്കും സീസൺ 8ന്റെ ഗെയിം എന്ന സൂചനയാണ് പ്രോമോ നൽകുന്നത്. സെപ്റ്റംബർ 6-ന് ബിഗ് ബോസ് മലയാളം സീസൺ 8 ആരംഭിക്കുമ്പോൾ ഈ തന്ത്രങ്ങൾ മത്സരാർത്ഥികളുടെ ഗെയിമിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടും എന്നാണ് ഇനി അറിയാനുള്ളത്. ആരായിരിക്കും ദാനത്തിലൂടെ ആളുകളെ സ്വാധീനിക്കുക? ആരായിരിക്കും ഭേദത്തിലൂടെ ഗെയിമിൽ വിള്ളലുകൾ സൃഷ്ടിക്കുക? ഒടുവിൽ ദണ്ഡത്തിന്റെ ശക്തി ആരുടെ കൈകളിലായിരിക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്കായി ഇനി പ്രേക്ഷകർ ഷോ ആരംഭിക്കുന്നതുവരെ കാത്തിരിക്കണം. ഒട്ടേറെ പുതുമകളും മാറ്റങ്ങളും തന്ത്രങ്ങളും നിറഞ്ഞ ഒരു സീസണിലുള്ള സൂചനയാണ് പുതിയ പ്രോമോ നൽകുന്നത്. മോഹൻലാലിന്റെ ചാണക്യ അവതാരവും ഗ്യാങ്സ്റ്റർ പശ്ചാത്തലവും സിനിമാറ്റിക് ആക്ഷനും ചേർന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രോമോ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇനി ബിഗ് ബോസ് വീട്ടിലെത്തുന്ന മത്സരാർത്ഥികൾ ഈ തന്ത്രങ്ങളെ എങ്ങനെ ഗെയിമാക്കി മാറ്റുമെന്നതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. അങ്ങനെ ജയിക്കുക എന്നത് മാത്രമല്ല, ജയിച്ചുകൊണ്ടിരിക്കുക എന്ന ലക്ഷ്യവുമായി ബിഗ് ബോസ് മലയാളം സീസൺ 8 എത്തുമ്പോൾ ഇത്തവണ ആരാകും യഥാർത്ഥ ഗെയിം ചേഞ്ചർ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് മലയാളി പ്രേക്ഷകർ. സെപ്റ്റംബർ 6-ന് തുടങ്ങുന്ന പുതിയ സീസൺ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു വ്യത്യസ്ത അധ്യായമാകുമോ എന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 8നെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ സിനിമാ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകൾ ആദ്യം ലഭിക്കാനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക.